തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ത്രിതല പഞ്ചായത്തുകളിലെ അധ്യക്ഷന്മാർ സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ കൊടകര ബ്ലോക്ക് പഞ്ചായത്തിന്റെ സാരഥിയായി സ്ഥാനം ഏറ്റെടുക്കുന്നത് അശ്വതി വിബിയാണ്. വലിയ സന്തോഷം. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി മറ്റത്തൂർ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ സംസ്ഥാന ദേശീയ തലങ്ങളിലേക്ക് ആ പഞ്ചായത്തിനെ ശ്രദ്ധയിലെത്തിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ ഇപ്പോൾ പുതിയൊരു ഉത്തരവാദിത്തത്തിലേക്ക് എത്തിയിരിക്കുകയാണ് കൊടകര ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് പദവിയിലേക്ക്. എന്ത് തോന്നുന്നു? വളരെ സന്തോഷം തോന്നുകയാണ്. കാരണം പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഇപ്പം നമുക്കറിയാം കൊടകര ബ്ലോക്ക് പഞ്ചായത്തും വളരെ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള ഒരു ബ്ലോക്കാണ്. അപ്പം അതിൻ്റെ ഒരു വികസന തുടർച്ചയും അതുപോലെ തന്നെ പുതിയ പദ്ധതികളൊക്കെ ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു സ്ഥാനം കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഈ സന്തോഷം നിറഞ്ഞൊരു അവസരത്തിലും മറ്റത്തൂർ പഞ്ചായത്തിന്റെ പ്രസിഡന്റായിരുന്നു അശ്വതി ബിബി. മറ്റത്തൂർ പഞ്ചായത്തിൽ വ്യക്തമായ ഒരു ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി LDF വരുമ്പോഴും അവിടെ ഭരണം നഷ്ടപ്പെടുകയായിരുന്നു ഇത്തവണ. ആ ഒരു വാർത്തകൾ കേൾക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? വളരെ അത്ഭുതം തോന്നുകയാണ്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 സീറ്റ് LDF-നും 8 സീറ്റ് UDF-നും 4 സീറ്റ് BJP-യും 2 സീറ്റ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയുമാണ്. അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ 8 സീറ്റ് ഉണ്ടായിരുന്ന കോൺഗ്രസ് BJP-യുമായി ലയിച്ച് അവർ ഒറ്റകക്ഷിയായിട്ട് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അത് രാജ്യത്ത് തന്നെ അത് ചർച്ച ചെയ്യപ്പെടുന്ന രീതിയിലേക്ക് കോൺഗ്രസ് മാറിയിരിക്കുകയാണ്. ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഇത്രയധികം അതിക്രമണം നടക്കുമ്പോൾ തൊഴിലുറപ്പ് പദ്ധതിയിൽ മഹാത്മാഗാന്ധിയുടെ പേര് വെട്ടിയ ആ രാഷ്ട്രീയത്തോടൊപ്പം എന്ത് പ്രതിബദ്ധത അല്ലെങ്കിൽ എന്ത് വെച്ചുകൊണ്ടാണ് കോൺഗ്രസ് ഇങ്ങനെ ഒറ്റകക്ഷിയായിട്ട് അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്നത് എന്നുള്ളത് ശരിക്കും ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയാണ്. ഏതായാലും മറ്റത്തൂരിൽ LDF-ന് ഭരണം നഷ്ടപ്പെട്ട വലിയ വേദനയിലാണ് അശ്വതി ബിബി. എന്നിരുന്നാൽ തന്നെ കൊടകര ബ്ലോക്ക് പഞ്ചായത്തിന്റെ പുതിയ ഉത്തരവാദിത്തങ്ങളിലേക്ക് കടക്കുകയാണ്. ഏതായാലും കൂടുതൽ ഭരണ മികവോടെ കൊടകര ബ്ലോക്ക് പഞ്ചായത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ അശ്വതി ബിബിക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. എല്ലാവിധ അഭിനന്ദനങ്ങളും ഭാവുകങ്ങളും. കഴിഞ്ഞ വർഷം, അതായത് കഴിഞ്ഞ വർഷമല്ല, കഴിഞ്ഞ 5 വർഷക്കാലം നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ വളരെയധികം എണ്ണി പറയേണ്ടതായിട്ടുണ്ട്. ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 1 ഏക്കർ സ്ഥലം വീട് പണിയാനായിട്ട് സ്ഥലമില്ല, അത്തരത്തിലുള്ള കുറച്ച് പേരുണ്ടായിരുന്നു. അപ്പോൾ നെന്മണിക്കര ഗ്രാമപഞ്ചായത്ത് തൃശ്ശൂർ ജില്ലയോട് ചേർന്ന് കിടക്കുന്ന അല്ലെങ്കിൽ നഗരം ആയി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ് നെന്മണിക്കര ഗ്രാമപഞ്ചായത്ത്. ഇവിടെ ഒരു പാവപ്പെട്ടവനൊരു സെന്റ് സ്ഥലം വാങ്ങണമെങ്കിൽ തന്നെ സെന്റിന് വില വെച്ച് നോക്കുമ്പോൾ സാധാരണക്കാർക്ക് തന്നെ താങ്ങാൻ പറ്റില്ല. അപ്പോൾ പിന്നെ സ്ഥലവും വീടും വാടകയ്ക്ക് അത്രയും താഴെത്തട്ടിലുള്ള ആൾക്കാർക്ക് വീട് വെക്കുന്നതിന് വേണ്ടി കൂടില്ല എന്ന് മനസ്സിലായിപ്പോൾ നെന്മണിക്കര ഗ്രാമപഞ്ചായത്ത് 1 ഏക്കർ സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട്. സ്ഥലമില്ല, വീടുമില്ല, അങ്ങനെ ഉള്ള പേരുടെ ലൈഫിൽ പേരുള്ള ആൾക്കാർക്ക് വീട് പണിയുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്ഥലം മേടിച്ച് കഴിഞ്ഞ് ഭരണസമിതി 1 ഏക്കർ സ്ഥലം മേടിച്ചിട്ടുണ്ട്. ആദ്യ മുൻഗണന ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് വീട് വയ്ക്കുന്നതിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. വീട് പണിത് ഒരു 72 പേരോടക്കം ആദ്യഘട്ടത്തിലാണ് വീട് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അത് ഘട്ടം ഘട്ടമായി അത് പണിത് ആ പണി പൂർത്തീകരിച്ച് അവരെ എനിക്ക് മാറ്റി പാർപ്പിക്കുക എന്ന് തന്നെയാണ് നെന്മണിക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ ആദ്യ വികസന അജണ്ടയിലുള്ള ഒന്നാമത്തെ കാര്യം. പിന്നെ പഞ്ചായത്തിൻ്റെ കെട്ടിടം ഒരു ഭാഗം ജീർണാവസ്ഥയിലായി പൊളിച്ചു മാറ്റിയിരുന്നു. അതിൻ്റെ ടെൻഡർ നടപടികളും ഇതുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സംസ്ഥാന ബഡ്ജറ്റിൽ വകയിരുത്തിക്കൊണ്ട് തന്നെ 2.5 കോടി രൂപയും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും കൂടി 1.5 കോടി രൂപയും, അങ്ങനെ ആകെ 4 കോടി രൂപയുണ്ട് കയ്യിൽ ഉള്ള. അത് വെച്ചുകൊണ്ടാണ് ആദ്യം ഞങ്ങൾ ഇതിൻ്റെ പണി തുടക്കം കുറിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ പ്രാരംഭ നടപടികളൊക്കെ സ്വീകരിച്ചു കഴിഞ്ഞു. തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അതിൻ്റെ പ്ലാൻ വരച്ചതും മറ്റുള്ള കാര്യങ്ങളും. അതിനാണ് രണ്ടാമത്തെ. ഈ കഴിഞ്ഞ ടേം UDF ഭരണസമിതിയായിരുന്നു. അപ്പോൾ അതിൻ്റെ തുടർച്ച എന്ന് പറയുന്ന കുറേ വികസന പ്രവർത്തനം നമുക്ക് നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ടേമും നമുക്ക് UDF ഭരണം നല്ല ഭൂരിപക്ഷത്തോടെയാണ് നമുക്ക് അധികാരത്തിലേറിയിരിക്കുന്നത്. ഒരുപാട് സ്വപ്നങ്ങൾ ഭരണസമിതിക്കുണ്ട്. അതിൽ ഏറ്റവും ആദ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സാധാരണക്കാരായ ജനങ്ങൾക്ക് വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കണം. അതിനുവേണ്ടി ലൈഫ് പദ്ധതി നമ്മൾ ഒന്നും കൂടെ ഊർജിതപ്പെടുത്തും. അതുപോലെ തന്നെ കുട്ടികൾക്കും യുവജനതയ്ക്കും അവരുടെ കായിക ക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി കളിസ്ഥലം എത്രയും പെട്ടെന്ന് സജ്ജമാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു കമ്മ്യൂണിറ്റി ഹാളില്ല, അത് എത്രയും വേഗം നമുക്ക് കമ്മ്യൂണിറ്റി ഹാൾ എന്ന സ്വപ്നം സാക്ഷാത്കരിക്കണം. അതുപോലെ തന്നെ ആരോഗ്യ മേഖല പരിപോഷിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഓപ്പൺ ജിമ്മുകൾ
അതാണ് ഏറ്റവും പ്രാധാന്യമായ കാര്യം. കാരണം ഇപ്പോഴത്തെ സമയത്ത് ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്ന ജനങ്ങളാണുള്ളത്. അപ്പോൾ ഓപ്പൺ ജിം അതിന് വളരെയധികം പ്രയോജനപ്പെടും. അതുപോലെ തന്നെ മാറാവ്യാധികൾ പിടിപെട്ട് ദുരിതമനുഭവിക്കുന്ന ഒരുപാട് രോഗികളുണ്ട്. അവർക്ക് നമ്മൾ ഒരു പെൻഷൻ സുരക്ഷാ പദ്ധതി അത് നടപ്പിലാക്കണമെന്നൊരു ആഗ്രഹം ഭരണസമിതിക്കുണ്ട്. അതുപോലെ തന്നെയാണ് നമുക്ക് സാധാരണക്കാരായ SC വിഭാഗത്തിൽപ്പെട്ട യുവതികൾ, അവർക്ക് തൊഴിൽ സംരംഭവും അതോടൊപ്പം തന്നെ തൊഴിലും ഉറപ്പുവരുത്തി അവരുടെ ജീവിത നിലവാരം ഉയർത്തുക എന്നുള്ള കുറച്ച് സ്വപ്നങ്ങളാണ് നമ്മൾ യാഥാർത്ഥ്യമാക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ നമുക്കറിയാം പശ്ചാത്തല മേഖലയിൽ റോഡുകളുടെ അവസ്ഥ ഒന്നും കൂടി നമുക്ക് എന്താ പറയുക, പശ്ചാത്തല മേഖലയെ പരിപോഷിപ്പിക്കുന്ന രീതിയിൽ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അതിന് നമുക്ക് ത്രിതല പഞ്ചായത്ത് സംവിധാനവും MP MLA എന്നിവരുടെ സഹായവും ഉണ്ടെങ്കിൽ മാത്രമേ കൂടുതലായിട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അവരുടെയൊക്കെ സഹായം നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. എങ്കിലും നമ്മുടെ ഇന്നത്തെ ഈ ഭരണസമിതി നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത് നൂതനമായ ആശയങ്ങൾ ഉൾക്കൊണ്ട് നല്ല നല്ല പ്രൊജക്റ്റുകൾ വയ്ക്കാനാണ് ആഗ്രഹിക്കുന്നത്. നമസ്കാരം. ഞാൻ അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡിലെ മെമ്പറായി ജയിച്ചപ്പോൾ ഇന്ന് പ്രസിഡൻ്റായി സത്യപ്രതിജ്ഞ ചെയ്തു. 2010 മുതൽ ഈ കാലവർഷം വരെ ഒരേ വാർഡിൽ നിന്നാണ് ഞാൻ വിജയിച്ചു പോന്നിരിക്കുന്നത്. നല്ലവരായ എല്ലാ നാട്ടുകാരുടെയും മറ്റു കക്ഷി രാഷ്ട്രീയം നോക്കാതെ എല്ലാവരുടെയും കൂട്ടായ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് 4 ടേമും നല്ലൊരു ഭൂരിപക്ഷത്തോടു കൂടി തന്നെ എൻ്റെ വാർഡിൽ നിന്നും ജയിച്ചു വരാൻ സാധിച്ചത്. അതിനോട് ഞാൻ എന്നും എൻ്റെ നാട്ടുകാരോട് കടപ്പെട്ടിരിക്കും. പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്ത് ആദ്യമായി ഇനി തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് മുൻകാലങ്ങളിൽ തുടങ്ങി വെച്ച പ്രവർത്തനങ്ങളെ പൂർത്തീകരിക്കണം. അതുകൂടാതെ മാലിന്യ സംസ്കരണം നിലവിലുണ്ട്, അത് വീണ്ടും ഒന്ന് മെച്ചപ്പെടുത്തണം. പിന്നെ ഏറ്റവും കൂടുതൽ മുൻതൂക്കം കൊടുക്കുന്നത് ആരോഗ്യ മേഖലയ്ക്ക് നല്ലൊരു മുൻതൂക്കം കൊടുത്തുകൊണ്ടും നിരന്തരമായി ഈ വാർഡിലുള്ള നായ്ക്കളുടെ ശല്യത്തിനെ കുറിച്ച് വേണ്ട നടപടികൾ, തെരുവ് നായ്ക്കളുടെ ശല്യത്തെക്കുറിച്ചുള്ള ഒരു ഇതിനു വേണ്ടി കൂടുതൽ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക അത് പരമാവധി ചെയ്യുമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. സെക്രട്ടറി അടക്കമുള്ള സ്റ്റാഫുകളുടെയും ഇംപ്ലിമെൻ്റ് ഓഫീസർമാരുടെയും നല്ല സഹകരണത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് മുൻകാലങ്ങളെ അപേക്ഷിച്ച് നമ്മൾക്ക് ദേശീയ അവാർഡും സംസ്ഥാന അവാർഡുകളും ജില്ലാ അവാർഡുകളും നമ്മൾക്ക് നേടിയെടുക്കാൻ സാധിച്ചത്. അന്നത്തെ പ്രസിഡൻ്റായ K. രാജേശ്വരിയുടെയും കൂടുതൽ അതിനുവേണ്ടി പ്രയത്നിച്ചതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മൾക്കത് നേടാൻ കഴിഞ്ഞ. ഇനിയും പഞ്ചായത്തിൻ്റെ എല്ലാ ഇംപ്ലിമെൻ്റ് ഓഫീസർമാരുടെയും സ്റ്റാഫുകളുടെയും സഹായം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ എളിയ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. വരന്തരപ്പള്ളി പഞ്ചായത്തിലെ UDF സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാനായിട്ട് ശ്രമിച്ച എല്ലാവർക്കും എൻ്റെ നന്ദി. ഞങ്ങളിവിടെ പ്രധാനമായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അജണ്ടകൾ എന്തു വെച്ചാൽ, ആദ്യം തന്നെ കുടിവെള്ളത്തിൻ്റെ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതാണ്. ഈ മലയോര മേഖലയിലും നല്ലപോലെ കുടിവെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അവരിലേക്ക് വെള്ളം എത്തിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത്. പിന്നെ രണ്ടാമത്തെ കാര്യം, വന്യമൃഗങ്ങളുടെ ശല്യം ഇവിടെ ഭയങ്കരമായിട്ട് രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരുപാട് പേര് ആക്രമിക്കപ്പെടുകയും മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനൊരു ശാശ്വത പരിഹാരമായിട്ട് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സഹായത്തോടെ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യും എന്ന്. വർദ്ധിച്ചു വരുന്ന വന്യമൃഗങ്ങളുടെ ആക്രമണം, മരണസംഖ്യ, കൃഷിനാശം സംബന്ധിച്ച് ബന്ധപ്പെട്ട കാര്യങ്ങൾ അധികാരികളെ വിളിച്ച് ഞങ്ങൾ സംസാരിച്ച് തീർപ്പാക്കാൻ എന്നാണ് ഒരു അജണ്ട. പിന്നെ നമ്മുടെ പഞ്ചായത്തിൽ കച്ചേരിക്കടവ് പൗണ്ട് വരുന്ന സ്ഥലത്ത് റോഡ് വീതി കുറവാണ് പാലത്തേക്ക് പോകാനുള്ളത്. അതിന് വേണ്ടിയിട്ട് ആൾക്കാരുടെ കയ്യിൽ നിന്ന് സ്ഥലം ഏറ്റെടുത്ത് PWDയിലേക്ക് കൊടുക്കുന്നതിന് വേണ്ടി സർവകക്ഷി യോഗം വിളിച്ച് അതിനെക്കുറിച്ച് സംസാരിക്കുന്നതാണ്. കുടിവെള്ളം ലഭ്യമാക്കുന്നതിനും നെൽപ്പാടങ്ങളിലേക്ക് വെള്ളം എത്തിക്കുന്നതിനും ആശ്രയിക്കുന്ന
നദിയിലൂടെ മൺചിറകൾ കെട്ടി നിർമ്മിക്കുന്നതിന് വേണ്ടി ഇറിഗേഷനും ജില്ലാ കളക്ടർക്കും വേണ്ടി ഞങ്ങൾ അത് സംബന്ധിച്ച് വിവരങ്ങൾ കൊടുക്കുന്നതായിരിക്കും. ഞാനിപ്പോൾ 5 വർഷത്തേക്ക് പുതുക്കാട് പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിട്ട് സ്ഥാനം ഏറ്റെടുത്തിരിക്കുന്ന ഈ നിമിഷത്തിൽ എൻ്റെ കൂടെ നിന്നവർക്കും എന്നെ സഹായിച്ചവർക്കും എല്ലാവർക്കും ആദ്യമേ തന്നെ നന്ദി പറയുന്നു. പിന്നെ വികസന ലക്ഷ്യങ്ങൾ അത് അവസാനിക്കുന്നില്ല. ഓരോ വാർഡിൻ്റെ ഓരോ ഭരണസമിതിയുടെ അതിനനുസരിച്ച് വികസനങ്ങൾ കൂടെ ഉണ്ട്. അപ്പോൾ വികസനത്തിൻ്റെ തുടർച്ചയാണ്. കുറേ കഴിഞ്ഞ ടൈമിൽ കുറച്ച് ബാക്കി വെച്ചതും പൂർത്തിയാക്കാത്തതുമായ ഒട്ടേറെ പദ്ധതികളുണ്ട്. അതൊക്കെ നല്ല രീതിയിൽ തന്നെ പൂർത്തിയാക്കണം. അതുപോലെ സ്ത്രീ സംവരണത്തിലാണ് ഞാൻ പ്രസിഡൻ്റായത്. അപ്പോൾ ആദ്യം തന്നെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ക്ഷേമത്തിനും ഉന്നമനത്തിനും വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ സജീവമായിട്ട് ഉണ്ടാവും. അതുപോലെ കാർഷിക മേഖലയാണ് പുതുക്കാട് പഞ്ചായത്ത്. അപ്പോൾ കർഷകർക്ക് വേണ്ട രീതിയിൽ നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ട് അവരുടെ പ്രവർത്തന മേഖല വികസിപ്പിക്കാനും അതുവഴി അവർക്ക് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കാനും സാധിക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടും. അതുപോലെ മാലിന്യ നിർമ്മാർജ്ജനം മുഖ്യ ഘടകമാണ്. അതിലൊരു 3/4 പങ്ക് എത്തി നിൽക്കുന്നു. മുഴുവനായിട്ടും നമ്മുടെ പുതുക്കാട് പഞ്ചായത്ത് ക്ലീൻ ഇമേജായിട്ട് മാലിന്യ സംസ്കരണം എന്ന ഒരു പ്രതിജ്ഞ തന്നെ എടുത്തിട്ടുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കും. പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ പഞ്ചായത്തിൻ്റെതായ ഒരു കളിസ്ഥലമില്ല. അതൊരു സ്വപ്നമാണ്. ആ ഒരു സ്വപ്നം 5 വർഷത്തിനുള്ളിൽ 17 അംഗങ്ങളുടെയും പഞ്ചായത്ത് സ്റ്റാഫുകളുടെയും പ്രിയപ്പെട്ട എൻ്റെ നാട്ടുകാരുടെയും സഹായത്തോടു കൂടിയിട്ട് സ്വന്തമായിട്ടൊരു കളിസ്ഥലം ഒരു സ്വപ്നമാണ്. അത് സാധ്യമാക്കാൻ പരമാവധി ശ്രമിക്കും. അതുപോലെ തന്നെ വയോജനങ്ങൾക്ക് ക്ഷേമം, അവർക്ക് വേണ്ട കാര്യങ്ങൾ, വയോജനങ്ങളെയാണ് നമ്മൾ കൂടുതൽ ചേർത്ത് പിടിക്കേണ്ടത്. അപ്പം അവർക്ക് വേണ്ട ക്ഷേമത്തിനും ചേർത്ത് പിടിക്കലിനും വേണ്ട കാര്യങ്ങൾ ചെയ്യും. പിന്നെ നീന്തൽക്കുളം, നമ്മൾ ഓരോ വാർത്തകളിലും കേൾക്കുന്ന ഒരു കാര്യമാണ് വെള്ളത്തിൽ പോയി മരണം സംഭവിക്കുക, കൂടുതലും കുട്ടികൾക്കാണ്. അപ്പോൾ ഒരു നീന്തൽക്കുളം കഴിഞ്ഞ പ്രാവശ്യം പല പദ്ധതികളിലൂടെ നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഒരു നീന്തൽക്കുളം അതിനോട് അനുബന്ധിച്ച് ചുറ്റും ഒരു ബെഞ്ച്, അങ്ങനെ സായാഹ്ന സവാരിക്ക് വരുന്നവർക്ക് ഇരുന്ന് സംസാരിക്കാനും വ്യായാമം ചെയ്യാനുമുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പ്ലാൻ ഇട്ടിട്ടുണ്ട്. അതൊക്കെ നടപ്പിലാക്കാൻ ഈ 5 വർഷം കൊണ്ട് സാധിക്കും. പിന്നെ എന്നെ വിജയിപ്പിച്ച എല്ലാവർക്കും ഈ സ്ഥാനത്തിരുത്തിയ 100% ഉത്തരവാദിത്തത്തോടു കൂടി കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ 17 വാർഡിലെയും ജനങ്ങളെ ഞാൻ ചേർത്ത് പിടിച്ച് അവരുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനും വേണ്ടി പ്രവർത്തിക്കുമെന്ന് ഈ അവസരത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. പറപ്പൂര പഞ്ചായത്തിൽ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കഴിഞ്ഞ 5 വർഷക്കാലം ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായും വൈസ് പ്രസിഡൻ്റായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആ വർഷങ്ങളിൽ കുറേ പദ്ധതികൾ, പുതിയ പദ്ധതികൾ ആരംഭിച്ചിട്ടുണ്ട്. അത് മുഴുവനും നടപ്പിലാക്കാൻ പൂർത്തീകരിക്കണം. അതുപോലെ പുതിയ പദ്ധതികൾ ആരംഭിക്കും എന്ന് പറഞ്ഞാണ് ഇലക്ഷനെ നേരിട്ടിരുന്നത്. ആ പദ്ധതികൾ, പുതിയ പദ്ധതികൾ തുടങ്ങും, അത് നടപ്പിലാക്കുകയും ചെയ്യും. നടപ്പിലാക്കുമെന്ന് പറഞ്ഞു കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നമ്മുടെ പഞ്ചായത്തിൽ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കും. അതുപോലെ ആയതിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മറ്റത്തൂർ പഞ്ചായത്തിൽ ഉണ്ടായിരിക്കുന്നത് വലിയൊരു അട്ടിമറിയാണ്. ഇന്ന് രാവിലെ 10:30 വരെ ഒരു നിശബ്ദ പോരാളിയായിരുന്ന വാർഡ് 4-ൽ നിന്ന് ജയിച്ച ടെസി ജോസ് കല്ലറക്കലാണ് മറ്റത്തൂർ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് പദവിയിലേക്ക് വരുന്നത്. തീർത്തും അപ്രതീക്ഷിതമായ ഒരു നിയോഗമായിരുന്നു. എന്താണ് ഈ നിമിഷത്തിൽ തോന്നുന്നത്? അതെ, ഞാൻ ഒരിക്കലും ഈ സ്ഥാനത്തേക്ക് വരുമെന്ന് വിചാരിച്ചിരുന്നില്ല. കാരണം അത്രയും പ്രതിസന്ധികളായിരുന്നു ഞാൻ നേരിട്ടിരുന്നത്. പക്ഷേ എനിക്കൊപ്പം എല്ലാവരും നിന്ന് പറഞ്ഞപ്പോൾ എനിക്ക് നിൽക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ ഞാൻ നല്ലൊരു ഭരണം കാഴ്ചവെക്കും എന്ന് ഉറപ്പ് തരുന്നു. ഇപ്പോ ടെസിജിക്ക് വോട്ട് ചെയ്ത ടെസിജി ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് വാർഡിൽ നിന്ന് വിജയിച്ചത്. ഇവിടെയും ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിച്ചത്. ടെസിജിക്ക് വോട്ട് ചെയ്ത മെമ്പർമാരെ എല്ലാവരും പറഞ്ഞത് ഒരു LDFന്റെ ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്തുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെയാണ് ടെസി ജോസിനെ ഞങ്ങൾ വിജയിപ്പിച്ചത് എന്നാണ് പറയുന്നത്. ആ അർത്ഥത്തിൽ ടെസിജിയുടെ ലക്ഷ്യം അത് തന്നെയായിരുന്നു. അവരുടെ ദുർഭരണം
നമുക്ക് മടുത്തു, ജനങ്ങൾക്ക് മടുത്തു. അതുകൊണ്ടായിരിക്കാം എന്നെ അവർ ഇതിലേക്ക് തിരഞ്ഞെടുത്തത് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ കടമകൾ നിർവഹിക്കും, ഉറപ്പ്. ഇപ്പോ എല്ലാ മെമ്പർമാരും പറയുന്നത് എല്ലാവർക്കും അനുകൂലമാകാവുന്ന തരത്തിൽ എല്ലാവരെയും സ്വീകരിക്കുന്ന ഒരു നയമാകും ടെസി ജോസ് കല്ലറയ്ക്കൽ സ്വീകരിക്കുക എന്നതാണ് അവരുടെയൊക്കെ ഒരു പ്രതീക്ഷ. ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ ടെസി ചേച്ചി പ്രതിനിധാനം ചെയ്യുന്ന ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ടെസി ജിയെ തിരിച്ചു വിളിക്കുകയും ആ ഒരു പാർട്ടിയുടെ അംഗമാകാൻ ക്ഷണിക്കുകയും ചെയ്താൽ എന്ത് തരത്തിലായിരിക്കും ടെസി ജിയുടെ നിലപാട് എന്തായിരിക്കും? അത് ഞാനെപ്പോഴും സ്വതന്ത്ര, എന്നാലാണ് എനിക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. എപ്പോഴും ഞാൻ സ്വതന്ത്രയായതുകൊണ്ടാണല്ലോ എനിക്ക് അവർ വോട്ട് ചെയ്ത് സഹായിച്ചത്. അപ്പോൾ എല്ലാവരുടെ കൂടെ ഒപ്പമുണ്ടാവും, എല്ലാ നല്ല പ്രവർത്തനങ്ങളും കാഴ്ചവെക്കും. ഏതായാലും എല്ലാ ഭാവുകങ്ങളും നേരുകയാണ്. നമ്മൾ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുൻപ് NCTV പറഞ്ഞിരുന്നു, പല പേരുകളും പറഞ്ഞിരുന്നു. ഒപ്പം തന്നെ NCTV ഒരു വരി കൂടി ചേർത്ത് പറഞ്ഞിരുന്നു, ചില അപ്രതീക്ഷിത പേരുകളും ഉണ്ടാകാം. തീർത്തും അപ്രതീക്ഷിതമായി തന്നെയാണ് വാർഡ് 4-ൽ നിന്ന് വിജയിച്ച ടെസി ജോസ് കല്ലറയ്ക്കൽ മറ്റത്തൂർ പഞ്ചായത്തിന്റെ സാരഥിയായി വരുന്നത്. തുടർന്നുള്ള ഭരണ നിർവഹണത്തിൽ എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും നേരുകയാണ്. വിജയാശംസകൾ. കൊടകര പഞ്ചായത്തിന്റെ പ്രസിഡന്റ് പദവിയിലേക്ക് വാർഡ് 10 പഴമ്പിള്ളിയിൽ നിന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വിജയിച്ച ജോയ് നെല്ലിശ്ശേരിയാണ് എത്തിയിരിക്കുന്നത്. LDFന്റെ ഒരു ഭരണമായിരുന്നു കൊടകര പഞ്ചായത്തിലുണ്ടായിരുന്നത്. ഇപ്പോൾ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച ജോയേട്ടൻ ആ പ്രസിഡന്റ് പദവിയിലേക്ക് വരികയാണ്. UDFന്റെ നിരുപാധികമായ ഒരു പിന്തുണയോടെയാണ് ജോയേട്ടൻ ഈ പ്രസിഡന്റ് പദവിയിലേക്ക് എത്തുന്നത്. എന്താണ് ഈ നിമിഷത്തിൽ തോന്നുന്നത്? വളരെ സന്തോഷം. തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവർക്ക് ഭൂരിപക്ഷം കിട്ടണം എന്നുള്ള തീരുമാനത്തിലാണ് മത്സരിക്കുന്നത്. പക്ഷേ കൊടകരയെ സംബന്ധിച്ചിടത്തോളം 3 പാർട്ടികൾക്കും ഒരു വ്യക്തമായ ഒരു മേൽക്കൈ അല്ലെങ്കിൽ ഭൂരിപക്ഷം, ഭരിക്കാൻ ആവശ്യമായ ഭൂരിപക്ഷം ലഭിക്കാത്തൊരു സാഹചര്യം നിലവിൽ വരികയുണ്ടായി. നിലവിൽ LDF 7, UDF 7, BJP 5, സ്വതന്ത്രൻ 1 എന്നീ നിലയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി രണ്ടാമതൊരു തെരഞ്ഞെടുപ്പോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കൊക്കെ പോകാതെ തന്നെ ഭരണ സംവിധാനം കൊണ്ടുവരിക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പ്രസിഡന്റ് പദവി ഏറ്റെടുത്തിട്ടുള്ളത്. നിലവിൽ സ്വതന്ത്രനായ എന്നെ ഇവിടെ കൊടകര ഗ്രാമപഞ്ചായത്തിലെ UDF മെമ്പർമാർ പിന്തുണയ്ക്കുകയാണ് ഉണ്ടായത്. അതിൻ്റെ ഭാഗമായാണ് പ്രസിഡന്റായിട്ടുള്ളത്. ഇപ്പോൾ കൊടകര പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ശക്തമായ ഒരു ത്രികോണ മത്സരം നടന്ന ഒരു പഞ്ചായത്താണ്. 7-7-5 എന്ന് പറയുമ്പോൾ ആ സംഖ്യയിൽ തന്നെയുണ്ട് ഒരു മത്സരത്തിൻ്റെ ഒരു ശക്തി കേന്ദ്രത്തിൽ ഒരു സ്വതന്ത്രനായി വിജയിച്ചപ്പോൾ അതൊരു പ്രസിഡന്റ് പദവിയിലേക്ക് ഒരു ഗുണമായി മാറിയെന്ന് അങ്ങനെ തന്നെയാണോ വിശ്വസിക്കുന്നത്? തീർച്ചയായും. കാരണം കൊടകര ഗ്രാമപഞ്ചായത്തിൻ്റെ 46 വർഷത്തെ ചരിത്രം പരിശോധിക്കുമ്പോൾ ആ 46 വർഷത്തിനുള്ളിൽ വന്ന ഒരു തനി സ്വതന്ത്രനായി മത്സരിച്ച് ഒരാൾ ജയിക്കുക എന്ന് പറയുന്നത് 46 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. അപ്പോൾ തീർച്ചയായും ഞാൻ മത്സരിച്ച വാർഡിലും അവിടെ ഒരു ത്രികോണ മത്സരം തന്നെയാണ് നടന്നിട്ടുള്ളത്. അതായത് BJP, കോൺഗ്രസ്, CPM ത്രികോണ മത്സരം എന്ന് പറയാനാകില്ല. 5 പേര് സ്ഥാനാർത്ഥികളുണ്ടായിരുന്നു. അവിടെയും നല്ല മത്സരമാണ് നടന്നിട്ടുള്ളത്. അവിടെ 21 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് അവിടെ ജയിക്കുന്നത്. ആ വാർഡിലും ഇതുപോലെ തന്നെ തനി സ്വതന്ത്രൻ ജയിക്കുന്നത് ആദ്യമായിട്ടാണ്. ഇപ്പോൾ മുൻപ് പാർട്ടി അംഗമാണ്, LDF പാർട്ടി അംഗമാണ്. ഒപ്പം തന്നെ LDFനെ പ്രതിനിധീകരിച്ച് വാർഡ് മെമ്പറായിട്ടുള്ള ആളാണ്. ആ ഒരു അർത്ഥത്തിൽ ഇപ്പോൾ LDFന് എതിരെ ആയി LDF ഭരിച്ചിരുന്ന ഒരു പഞ്ചായത്തിൽ പ്രസിഡന്റ് പദവിയിലേക്ക് ഇരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? പാർട്ടി ഏതെങ്കിലും തരത്തിൽ തിരുത്തലുകൾ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും 2 വട്ടം ഞാൻ LDFന്റെ CPMന്റെ ജനപ്രതിയായിരുന്നു. എന്നാൽ ഒരു 1.5 വർഷക്കാലം മുൻപ് ഞാൻ CPMന്റെ ചുമതലകൾ LC മെമ്പർ, ബ്രാഞ്ച് സെക്രട്ടറി എന്നീ ചുമതല വഹിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ആ ചുമതലകൾ ഒഴിവാക്കി തരണമെന്ന് പറഞ്ഞ് രേഖാമൂലം കത്ത് കൊടുത്തുകൊണ്ട് പാർട്ടിയിൽ നിന്ന് ഒഴിവായി പോരുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി പിന്നീടുള്ള സമയങ്ങളിൽ അവരുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റാത്തതിൻ്റെ ഭാഗമായാണ് നമ്മൾ സ്വതന്ത്രമായിട്ട് മത്സരിക്കുന്നത്. ഇപ്പോൾ 7 അംഗങ്ങളാണ് UDFനുണ്ടായിരുന്നത്, 7 അംഗങ്ങൾ തന്നെ LDFനും ഉണ്ടായിരുന്നു. ജോയേട്ടൻ LDFന്റെ കൂടെ നിന്നാൽ LDFന് ഇവിടെ ഒരു ഭരണ തുടർച്ച ഉണ്ടാക്കാമായിരുന്നു. എന്തുകൊണ്ടായിരിക്കാം LDF അത്തരത്തിലൊരു അങ്ങനെ ഒരു നീക്കം മുന്നോട്ട് വെക്കാഞ്ഞത്? ഏതെങ്കിലും തരത്തിൽ ജോയേട്ടൻ്റെ ഒരു മനസ്സ് എങ്ങനെയായിരുന്നു? തീർച്ചയായിട്ടും ഇടതുപക്ഷ മനസ്സ് തന്നെയായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് LDFന്റെ നേതാക്കൾ ക്ഷണിക്കുകയും അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി തുടർന്ന് അത് 2 കൂട്ടരും മുന്നോട്ട് വെച്ച നിബന്ധനകൾ അല്ലെങ്കിൽ അവർ വെച്ച ആശയങ്ങൾ പൊരുത്തപ്പെടാതെ വന്നപ്പോഴാണ് UDF സ്ഥാനാർത്ഥികൾ എന്നെ പിന്തുണയ്ക്കാം എന്നുള്ള വെളിച്ചത്തിലാണ് നമ്മൾ ഈ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നത്.
ഏതായാലും കൊടകര പഞ്ചായത്ത് ഭരണം LDF നിന്ന് പിടിച്ചെടുക്കുക എന്ന UDFന്റെ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ ജോയ് നെല്ലിശ്ശേരി എന്ന സ്വതന്ത്രന്റെ പിന്തുണ അവർ ആവശ്യപ്പെടുകയും അങ്ങനെ ജോയേട്ടനെ പിന്തുണച്ചുകൊണ്ട് UDF കൊടകര പഞ്ചായത്തിൽ ഭരണത്തിലെത്തുന്ന ഒരു കാഴ്ചയാണ് അക്ഷരാർത്ഥത്തിൽ നമുക്ക് കാണാൻ കഴിയുക. ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് ജോയേട്ടൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചതെങ്കിൽ കൂടി UDFന്റെ പിന്തുണയോടെയാണ് ജയിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഒരു UDF പ്രസിഡന്റായിട്ടാകാം ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ ജോയേട്ടൻ അറിയപ്പെടുക. ഏതായാലും കൊടകര പഞ്ചായത്തിന്റെ വാർഡ് 10 നിന്ന് മുന്നണി സ്ഥാനാർത്ഥികളോട് മത്സരിച്ച് വിജയിച്ച സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് ശക്തമായ ജനപിന്തുണയുണ്ട് എന്നത് അവിടെ തന്നെ വ്യക്തമാണ്. ആ ജനപിന്തുണ കൊടകര പഞ്ചായത്തിലും ജോയേട്ടന് ഉണ്ടാകും. അങ്ങനെ വരും നാളുകളിൽ മികച്ച ഭരണം കൊടകര പഞ്ചായത്തിൽ കാഴ്ചവെക്കാൻ ജോയ് നെല്ലിശ്ശേരിക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. വിജയാശംസകളൊപ്പം മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഭാവുകങ്ങളും.